നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസ് മാറ്റുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. താന്യം രണ്ടാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തിരച്ചിൽ നടത്തുന്നത്. പൊന്മാനിക്കുടം പുന്നക്കത്തറ ബാബുരാജിന്റെ മകൻ അഖിൽരാജിനെയാണ് പുഴയിൽ കാണാതായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. അഖിൽരാജ് ബൈക്ക് ഓടിച്ചു വന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. കയ്പമംഗലം പോലീസും സ്ഥലത്തുണ്ട്. താന്യം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സായാഹ്ന ധർണയും നടത്തി. ശിവജി നഗർ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെമ്മാപ്പള്ളി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സായാഹ്ന ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്തിൽ എന്ത് ചെയ്താലും ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നുള്ള ഒരു അഹങ്കാരം ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ഇവിടെ 100-ൽ പരം റോഡുകൾ തകർന്നു കിടന്നിട്ട് ഒരു റോഡ് പോലും നല്ല നിലയിലേക്കാക്കാൻ താന്യം പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. താന്യം പഞ്ചായത്ത് റോഡുകളുടെ കാര്യം പറഞ്ഞ് ഓരോ വാർഡുകളിൽ നിന്നും സാധാരണക്കാരനെത്തുമ്പോൾ അവരെ പുറത്തേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണാധികാരികളും നിന്ന് കാണിക്കുന്നത്. താന്യം പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തെ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ സമരം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡുകളിലും 2-3 റോഡുകൾ ഉണ്ടെങ്കിൽ ആ റോഡുകൾ മുഴുവനും തകർന്നു കിടക്കുകയാണ്. രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കാത്ത രീതിയിൽ, സ്കൂൾ വണ്ടികൾ പോകാൻ സാധിക്കാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് വാഹനവുമായി നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിലാണ് താന്യം ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, MB സജീവ്, ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. ജഗദീഷ് രാജ്വാളമുക്ക്, ശിവൻകുമാർ TS, ഹരിദാസ് ചെമ്മാപ്പള്ളി, സക്കീർ ചെമ്മാപ്പള്ളി, ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ, ബെന്നി ആഞ്ഞിലപ്പടി, പോൾ വില്ലി പട്ടത്താനം എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടമുട്ടം മേഖലാ സമ്മേളനം നടത്തി. എടമുട്ടം ദർശ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 1 കോടിയിലധികം വനിതകൾ അംഗങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ വനിതാ പ്രസ്ഥാനമായി നിലകൊള്ളുകയാണ്. ഈ സംഘടനയ്ക്ക് രാജ്യത്താകെയായി 1 കോടിയിലധികം അംഗങ്ങളുള്ളതിൽ ഈ കേരളത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് 56,90,294 അംഗങ്ങളാണ്. ഏകദേശം 57 ലക്ഷത്തോളം ആളുകൾ ഈ കേരള സംസ്ഥാനത്തിനകത്ത് നിന്നാണ് നമ്മുടെ സംഘടനയിൽ അംഗത്വം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഘടകമാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത്. ചൂഷണത്തിൽ നിന്ന് മുക്തമായ സ്ത്രീകളുടെ പുരോഗമനത്തിനും വികസനത്തിനും അവരുടെ മാനസികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിനു വേണ്ടി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൊടിക്കീഴിൽ അണിനിരത്തുക എന്ന അതിശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഷീജ ഹരിദാസ് അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി CK ബേബി ടീച്ചർ
പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി രാജേഷ ശിവജി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KB സുധ, ഏരിയ കമ്മിറ്റി അംഗം ഷൈന, സംഘാടക സമിതി ചെയർമാൻ PS ഷജിത്ത് എന്നിവർ സംസാരിച്ചു. മുൻകാല നേതാക്കളായ ശ്രീമതി ടീച്ചറെയും ശ്യാമള ദേവിയെയും വേദിയിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി CK ബേബി ടീച്ചർ, പ്രസിഡന്റ് ഷീജ ഹരിദാസ്, ട്രഷറർ താര ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. UAE നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി നാട്ടിക മഹല്ല് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബൈത്തുന്നൂർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന 10ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നാട്ടിക ബീച്ചിൽ നടന്നു. ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. UAE നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളായ MA ആരിഫ്, അബു ഷമീർ, ഫർഹാൻ അസീസ്, മഹല്ല സെക്രട്ടറി KA ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റ് KA അഷ്റഫ് അലി, ജോയിന്റ് സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, PA സാദിഖ് അലി, ഖജാൻജി MK ആസിഫ് അലി, ഖത്തീബ് കബീർ ഫൈസി ചെറുകോട്, ഖുറാൻ കോളേജ് പ്രിൻസിപ്പൽ ഹാഫിസ ഹംസ മാലിക്കി എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് പുതിയ വീട്ടിൽ മുഹമ്മദ് മകൻ ഷിഹാബിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 9ാമത്തെ വീടിൻ്റെ പണി, കോൺക്രീറ്റ് പണികളൊക്കെ പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മാസത്തിനകം അത് തുറന്നു കൊടുക്കാവുന്ന രീതിയിലേക്ക് എത്തി. 1ാമത്തെ വീട് തരുമ്പോൾ തന്നെ 10 വീട് എന്ന നമ്മുടെ സ്വപ്നം അന്ന് യൂസുഫ് അലിക്കയുടെ സാന്നിധ്യത്തിൽ ഷാർജയിൽ ഉമ്മുൽക്കുയിൽ നടന്ന കുടുംബസംഗമത്തിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അജ്മാലിൽ നടന്ന കുടുംബസംഗമത്തിൽ വെച്ച് പ്രിയപ്പെട്ട ആഷിഖ് പറഞ്ഞു, 1ാമത്തെ ഞാൻ ചെയ്യുന്നു, 10ാമത്തെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഇതിൻ്റെ ഒക്കെ ഒരു പിൻബലം എന്ന രീതിയിൽ അവിടെ ഓടിയിരുന്ന 2 പേർ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട അതിൻ്റെ സെക്രട്ടറിയായ നാസറും അതിനോട് ചേർന്ന് നിന്ന് അതിൻ്റെ മൊത്തം കാര്യങ്ങളിൽ ഓടിയിരുന്നത് പ്രിയപ്പെട്ട സമീറുമാണ്. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ ബീന സേവിയർ, വാസു വളാഞ്ചേരി, മരിയ ജെൻസി തോമസ്, സ്റ്റീഫൻ നീലങ്കാവിൽ, ജോസഫ് പള്ളിക്കുന്നത്ത്, പീതാംബരൻ രാരമ്പത്ത് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജാബിർ തന്റെ ഓട്ടോറിക്ഷയിലെ 6 മാസത്തെ മടക്കയാത്രയിലൂടെ കിട്ടിയ വരുമാനം KT രമേശിന് നൽകി. തൃശൂർ ജില്ലയിലെ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ താമസിക്കുന്ന 38-കാരനായ KT രമേശ് തലയിൽ ട്യൂമർ ബാധിച്ചും കണ്ണിൽ ഗ്ലൂക്കോമ ബാധിച്ചും ചികിത്സയിൽ കഴിയുകയാണ്. കിഴക്കേപ്പാട്ട് വീട്ടിൽ തിലകൻ മകൻ KT രമേശിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായ തുക ആവശ്യമാണ്. ഇതിലേക്കാണ് ജാബിറിന്റെ മടക്കയാത്ര സഹായം നൽകിയത്. വടൻപള്ളി ഓർഫനേജിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച നവജീവൻ ശാന്തിഭവൻ ഓൾഡ് ഏജ് ഹോമിന്റെ ഉദ്ഘാടന വേദിയിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി ചികിത്സാ സഹായം ഏറ്റുവാങ്ങി രമേശിന് കൈമാറി. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ അനശ്വര അംഗനവാടിയിലേക്ക് ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി TV സമ്മാനമായി നൽകി. അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടികൾ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ, കുട്ടികൾക്ക് യാതൊരു സുരക്ഷയില്ലാത്തൊരു അവസ്ഥയിൽ ആയിരുന്നു നടത്തി പോകുന്നുണ്ടാകുന്നത്. അംഗനവാടി നടത്തുന്നത് എവിടെയെങ്കിലും കുട്ടികളെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കൊണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആദ്യം അംഗനവാടി. ആ ചിത്രത്തിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ വളരെയധികം മാറ്റം വന്ന് നമ്മൾ അംഗനവാടി ഏറ്റവും സുരക്ഷിതമായിട്ട് കുട്ടികളെ സംരക്ഷിക്കാനുള്ളൊരു ഘടകം കൂടിയായിട്ട് അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിർത്താവുന്ന രീതിയിലേക്ക് അംഗനവാടി വളർന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. AC എന്ന് പറഞ്ഞാൽ AC കാലത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറുകയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ ഫാനുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ള ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു ആഡംബര വസ്തുവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫാനില്ലാത്ത കസേരകളില്ല. അതുപോലെ കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാം മാറി മാറി വരും. അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഡിജിറ്റൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ കൂടി ചേർന്ന് പോകാനുള്ളൊരു സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അംഗനവാടികൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം പരിപാടികൾ സമൂഹം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അംഗനവാടി വർക്കർമാരായ അഷ്ടമി, സതീരംഗൻ, അഞ്ജു KB, ഹെൽപ്പർ നിമ്മി പ്രേംലാൽ, CDS മെമ്പർ സുഭദ്ര രവി, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ,
ALMC അംഗം ബൈജു ബാലൻ എന്നിവർ സംസാരിച്ചു. ഷൈനി ഷാജി, ഷീജ നന്ദൻ, ലിമ, രേണുക റിജു, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോദ്. 45 വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോഴിതാ കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വമ്പൻ കളക്ഷൻ. ഈ വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ? ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിൻ സമ്മാനം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പ്. ഉദ്ഘാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. അപ്പൊ എങ്ങനെയാ, അടിച്ചു പൊളിക്കല്ലേ? ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര, തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, തൃപ്രയാർ. 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES.
affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായി. വാർത്തകൾ തുടരുന്നു. നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസ് മാറ്റുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കേരള വാട്ടർ അതോറിറ്റിയുടെ നാട്ടികയിലുള്ള പ്രൊജക്ട് ഡിവിഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നാട്ടികയിൽ നിന്നും മാറ്റാൻ അനുവദിക്കില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. ആരോടും ആലോചിക്കാതെ നാട്ടികയിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മന്ത്രിയുടെ പാർട്ടിക്കാരനായ നാട്ടിക MLA പ്രതികരിക്കുന്നില്ലെന്നും DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. അതൊന്ന് പ്രൊജക്ട് ഡിവിഷൻ ഓഫീസും അതുപോലെ തന്നെ സബ് ഡിവിഷൻ ഓഫീസും ആരോടും പറയാതെ, ആരോടും മിണ്ടാതെ, ആരോടും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നേരം പുലർന്ന് ഉണരുമ്പോൾ അങ്ങ് കിലോമീറ്റർ അകലെയുള്ള മണിക്കൂറുകളോളം നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്ന ബസ്സിലാണ് പോകേണ്ടതെങ്കിൽ 2-3 ബസ് കാത്തുനിന്ന് മാറിക്കേറേണ്ട അങ്ങ് ദൂരെയുള്ള, അങ്ങ് അകലെയുള്ള ഒല്ലൂരിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ നാട്ടികയിൽ കാലങ്ങളായി, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ 2 സ്ഥാപനങ്ങളും അതിവേഗം മാറ്റി സ്ഥാപിക്കുക. നമ്മുടെ ഓർമ്മയിൽ നമുക്കെല്ലാം അറിയാം, ഈ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസ് കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ള വിതരണത്തിൽ മാതൃകാപരമായ ഒട്ടേറെ പ്രൊജക്ടുകൾ നടപ്പിലാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഓഫീസാണ്. ഇത് ഒറ്റയടിക്ക് നാട്ടികയിൽ നിന്നും ഒല്ലൂരിലേക്ക് മാറ്റുകയാണ്. കോൺഗ്രസ് MLA ആയിരുന്ന സിദ്ധാർത്ഥൻ കാട്ടുങ്കൽ കൊണ്ടുവന്ന സ്ഥാപനമാണ് നാട്ടികയിലെ വാട്ടർ അതോറിറ്റി ഓഫീസുകൾ. അത് മാറ്റുന്നത് എന്ത് വില കൊടുത്തും കോൺഗ്രസ് തടയുമെന്നും കനത്ത സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക വാട്ടർ അതോറിറ്റിയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അനിൽ പുളിക്കൽ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് അറ്റുപറമ്പത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, മധു അന്തിക്കാട്ട്, PC ജയബാലൻ എന്നിവർ സംസാരിച്ചു. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ P കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. വാടനപ്പള്ളി സെന്ററിൽ KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. VA ഷാജുദ്ദീൻ, CM നിസാർ, KD സതീഷ്, KK അനിൽകുമാർ, VD പ്രേംപ്രസാദ്, AV മധു എന്നിവർ സംസാരിച്ചു. CPI മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി P കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, NK സുബ്രഹ്മണ്യൻ, PR ജയൻ, KK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി ആചരിച്ചു. സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MA മുസ്തഫ അധ്യക്ഷനായി. KPCC മെമ്പർ CA സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ദീപൻ മാസ്റ്റർ, രംഗനാഥൻ വയക്കാട്ടിൽ, CM നൌഷാദ്, ML സെബാസ്റ്റ്യൻ, CM ശിവപ്രസാദ്, അഹമ്മദ് ഉണ്ണി, PM നസീർ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, VV ജയൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, മെമ്പർ സെക്രട്ടറി TS ടെസി, CDS അംഗങ്ങളായ നീതു, അംബിക തുടങ്ങിയവർ സംബന്ധിച്ചു. 79 ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് നൽകിയത്. ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതം ശോഭനമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ അവർക്ക് ഭക്ഷണത്തിന് പ്രയാസം നേരിടരുത് എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായിക്കൊണ്ട് 6,20,000 രൂപ പദ്ധതിക്ക് വേണ്ടി പണം നീക്കിവെച്ചുകൊണ്ടുള്ള നടപ്പാക്കുന്ന പദ്ധതിയാണ്.
എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. എരുമ കോപ്രക്കളം ഭാഗത്തു നിന്നും ഓടി വന്നതാണെന്ന് പറയുന്നു. സലഫി നഗർ, കൂരിക്കുഴി, 18 മുറി, പഞ്ഞമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. കൂരിക്കുഴി ഭാഗത്ത് വെച്ച് എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. വലപ്പാട് ബീച്ച് കോഴിശ്ശേരി ക്ഷേത്രത്തിൽ 18 വർഷത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞുപോകുന്ന ക്ഷേത്ര മേൽശാന്തി ശ്രീരാജ് ശാന്തിക്ക് യാത്രയയപ്പ് നൽകി. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീരാജ് ശാന്തിക്ക് ഉപഹാര സമർപ്പണം നൽകി. പ്രസിഡന്റ് അർജുനൻ കോഴിശ്ശേരി, സെക്രട്ടറി വിമൽ കോഴിശ്ശേരി, ട്രഷറർ സനിൽ കോഴിശ്ശേരി, രാജു കോഴിശ്ശേരി, ഗിരി കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പുതിയ മേൽശാന്തിയായി ആദിൽ മാധവ് ചുമതലയേറ്റു. എൻ്റെ പേരക്കുട്ടിയുടെ നാളെ എനിക്കറിഞ്ഞൂടാ, ശാന്തിക്കറിയാം. അതുമാതിരി എൻ്റെ മകളുടെ സത്യമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ഇങ്ങനെ വിളിച്ച് വന്നപ്പോൾ പറഞ്ഞു ഇന്ന നാളെ അത്രയ്ക്കും വ്യക്തമായിട്ട് ഓരോരുത്തരും പഠിച്ചിട്ടാണ് ശാന്തി ഇവിടെ നമ്മളോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. ശാന്തി നമ്മളോടുള്ള ആ എന്താണ് ആ അനുഭവം, നമ്മളോട് ഓരോരുത്തരുള്ള ആ സ്നേഹം, ബഹുമാനം, അതെല്ലാം നമ്മളും തിരിച്ചു കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ. അത് ഇതിൽ നിന്നിട്ട് ഈ യാത്രയിൽ നിന്നിട്ട് നമുക്കത് പ്രകടമാണ്. ഈ കൂടുതലൊന്നും പറയാനില്ല. ശാന്തി പോകുന്നിടത്തുനിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. അതുമാതിരി എല്ലാവരും നിന്നിട്ട് ഇതുമാതിരിയുള്ളൊരു സൗഹൃദം ശാന്തിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ കല്ലുവാഴ കുലച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രാങ്കണത്തിൽ ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള കല്ലുവാഴ കുലച്ചു. ഔഷധയോഗ്യമായ കല്ലുവാഴ ഏകദേശം 12 അടി ഉയരത്തിൽ വളരും. സാധാരണ വാഴയെ അപേക്ഷിച്ച് കല്ലുവാഴയുടെ കറുത്ത വിത്ത് മുളപ്പിച്ചാണ് പുതിയ വാഴ ഉണ്ടാകുന്നത്. 5 മുതൽ 12 വർഷം വരെ പ്രായം എത്തുമ്പോഴാണ് വാഴ കുലക്കുന്നത്. കുലച്ചാൽ വാഴ നശിച്ചു പോകും. വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലുമാണ് അത്യപൂർവമായ കല്ലുവാഴ കാണപ്പെടുന്നത്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക, മൂത്രാശയ രോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കല്ലുവാഴയിലെ വിത്ത് ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുന്നു. തീപ്പൊള്ളലേറ്റാൽ ഈ പൊടി ചൂടുപാലിൽ കലക്കി തേച്ചാൽ വളരെ ഗുണം ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നു. വലപ്പാട് കൃഷിഭവൻ ഓഫീസർ ലക്ഷ്മി മോഹൻ സ്ഥലം സന്ദർശിച്ചു. സമുദ്ര ചാമ്പ്, കർപ്പൂരം, കമടലു, ചന്ദനം വരണ്ട, നാഗമരം തുടങ്ങിയ അപൂർവ മരങ്ങളും നക്ഷത്രവനം സംരക്ഷിക്കുന്ന ക്ഷേത്രം ഭരണസമിതിയെ കൃഷിഭവൻ ഓഫീസർ അഭിനന്ദിച്ചു. നമ്മുടെ ഈ ക്ഷേത്ര പരിസരത്ത് അതായത് ഇതുപോലെയുള്ള അത്യപൂർവമായിട്ടുള്ള നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു സസ്യമാണത് അല്ലേ. അപ്പോൾ ഇതിനെ ഇത്രയും പരിപാലിച്ച് നിങ്ങൾ ഈ വിളവെടുക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിളഞ്ഞു വരുമ്പോൾ എനിക്കൊരു സജഷൻ വയ്ക്കാനുള്ളത് കുട്ടികളെയോ അങ്ങനെയൊക്കെ കുറച്ചടുത്തുള്ള നമുക്ക് താല്പര്യമുള്ള കർഷകരെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ട് താല്പര്യമുള്ള കർഷകരെ കൂടി ഇത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ കാര്യമാണ്. കാരണം വേറെ എവിടെയും നമുക്ക് കാണാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാനും ഇത് കൂടുതലായിട്ടും ഇലയ്ക്കൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഔഷധ ഗുണമുണ്ട്. പിന്നെ കന്ന് വരില്ല ഈ വാഴയ്ക്ക്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വിത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പാദനം നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കാനും വാഴേനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പരിപാലിച്ചത് കൊണ്ടാണ് നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചു. അത് ഭയങ്കര ഒരു മെഡിസിനൽ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുരു എന്ന് വെച്ചാൽ ആ പഴത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുരു പൊടിച്ച് തിളപ്പിച്ച പാലിലിട്ടിട്ട് വെച്ചാൽ ഒരു 70% പൊള്ളിയോരെ വരെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നു. അത്രയും ഇതുണ്ട്. അതുമാതിരി തന്നെ ഷുഗർ, പ്രഷറിനൊക്കെ വളരെ നല്ല സാധനമാണ്. അതന്നെ മൂത്രക്കല്ല്, ഇതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് വെച്ചതെന്ന് വെച്ചാൽ ഇതിൽ 5 മുതൽ 12 വർഷം വരെ ഇതിൻ്റെ ആയുസ് പറയുന്നത്. 5 വർഷം കഴിഞ്ഞാൽ കായ്ക്കും. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ അത് ഡൗൺ ആവും. അതിൽ ചിലപ്പോൾ 12 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഇത് പറയുന്നത്. നിരവധി ജനങ്ങൾ ഈ അപൂർവ കാഴ്ച കാണുന്നതിനായി ക്ഷേത്രാങ്കണത്തിൽ എത്തുന്നുണ്ട്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നിരാലംബരും രോഗികളുമായവർക്കാണ് ഈ അധ്യയന വർഷം എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത്. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ
വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആശ്വാസ് ക്ലബ്ബ് അംഗം +1 വിദ്യാർത്ഥി റോഷ്നി തിലക്, സീനിയർ സെക്ഷൻ ഹെഡ് AP നിഷ, ആശ്വാസ് ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ഷിജു TV, സീന TS, വിദ്യാർത്ഥികളായ അവിനാശ്, പ്രജുൽ എന്നിവർ നേതൃത്വം നൽകി. ഈ ആശ്വാസ് ക്ലബിൻ്റെ തന്നെ വേറൊരു പ്രൊജക്റ്റാണ് എല്ലാ മാസത്തിലും നീഡി പീപ്പിളിന് കിറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഏകദേശം 9 പേർക്ക് 11-12 ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി സ്വരൂപിച്ച അതിൽ നിന്ന് നമ്മൾ കിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തുടക്കമാണ്. ഈ മാസം നമ്മൾ നിങ്ങൾക്ക് തരുന്നു, അടുത്ത മാസം വേറെ ആളുകൾക്ക് നീഡി പീപ്പിളിനെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു കൊല്ലം മുഴുവനും ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വലപ്പാട് തിരുപഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളരി പൂജ നടന്നു. ക്ഷേത്രം കോമരം മച്ചിങ്ങൽ സേതുമാധവന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദശാബ്ദങ്ങൾക്ക് മുൻപ് വരെ ഭഗവതിയുടെ ആണ്ടടിയന്തരമായി കൃത്യമായി നടന്നു വന്നിരുന്നതും പിന്നീട് മുടങ്ങിപ്പോയതുമായ ദേശം നടന്നുള്ള പറയെടുപ്പ് പുനരാരംഭിക്കണമെന്നതാണ് ദേവഹിതമെന്ന അഷ്ടമംഗല പ്രശ്നചിന്തയിൽ കണ്ടതിനാൽ ആണ് ദേശപറയെടുപ്പ് പുനരാരംഭിക്കുന്നത്. ബുധനാഴ്ച മുതൽ ഭക്തരുടെ ഭവനങ്ങളിലെത്തിയുള്ള പറയെടുപ്പും ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസ് മാറ്റുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. താന്യം 2ാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.